ഭവന വായ്പകൾ 30 വർഷം വരെ കാലാവധി കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ EMI എത്രയാണോ, ഏറ്റവും കൂടിയ കാലയളവ് എത്രയാണോ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം EMIയുടെ എമൗണ്ട് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആകെയുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. അത് മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം പലിശയാണല്ലേ ഈ ഹോം ലോണിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്, മണ്ടത്തരം ചെയ്യാതിരിക്കുക. വെൽക്കം ടു ഇന്ത്യൻ മണി മലയാളം ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. എങ്ങനെ നമ്മുടെ ഹോം ലോൺ ഏറ്റവും വേഗത്തിൽ അടച്ചു തീർക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചെല്ലാം വിശദമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 30 വർഷം വരെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ EMIകൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കാനായി പറ്റും. എടുക്കുന്നത് 10 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ പോലും 30 വർഷം കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു 50 ലക്ഷം രൂപയോളമെങ്കിലും അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പോട് കൂടിയാണ് ഹോം ലോണുകൾ എടുക്കുന്നത് അല്ലേ. നമ്മുടെ യോഗ്യത എത്രയാണോ, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണോ അതനുസരിച്ച് എത്ര കാലാവധി വേണമെങ്കിലും അവർ നമുക്ക് തരും. അതോടൊപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ മാസം 5000 രൂപ, മാസം 7000 രൂപ അടച്ചാൽ മതി, തൻ്റെ തലേന്ന് തലവേദന ഒഴിഞ്ഞു നിൽക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ഈ ഒരു EMIയുടെ കാലാവധി കൂട്ടുന്ന നേരത്തുള്ളത്. എന്നാൽ അതിനുശേഷം എത്രമാത്രം പലിശയാണ് നമ്മൾ ഈ ഒരു EMIക്ക് വേണ്ടിയിട്ട് നൽകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് എന്തോരം കാശ്, നമ്മൾ ഈ അധ്വാനിക്കുന്ന കാശ് മുഴുവൻ വല്ല ബാങ്കുകൾക്കും കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഹോം ലോണിനെ എത്രയും വേഗത്തിൽ അടച്ചു തീർക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ ഒന്ന് പ്രാവർത്തികമാക്കി എടുത്തുകൊണ്ട് നമ്മുടെ ഹോം ലോണൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ കാശ് ബാങ്കിൻ്റെ കയ്യിൽ ഇരിക്കാതിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടാവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് കാലയളവ് കൊണ്ടൊക്കെ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോഴും ബാങ്കിൻ്റെ ഒരു പകുതി സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകും. സാധാരണക്കാരനാണോ വീട് പണിയുമ്പോൾ ഹോം ലോൺ എന്നൊരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുവാനേ നമ്മുടെ മനസ്സിൽ കഴിയാതെ പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതൊരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ പോലും ഹോം ലോൺ വീട്ടാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോം ലോൺ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അടച്ചു തീർക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് 2 മാർഗങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ലോൺ പ്രീ ക്ലോസ് ചെയ്യുക, രണ്ടെന്ന് പറയുന്നത് പ്രീ പേയ്മെന്റ് ചെയ്യുക. രണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രീ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചതിന് ശേഷം ബാക്കി നിൽക്കുന്ന എമൗണ്ടിനെ വേഗത്തിൽ അടച്ചു തീർക്കുക, ഒറ്റ തവണയായിട്ട് അടച്ചു തീർക്കുക എന്നുള്ളതാണ്. പ്രീ പേയ്മെന്റ് അല്ലെങ്കിൽ പാർട്ട് പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം EMI എന്ന് പറയുന്നത് ഒരു 20,000 ആണ് എന്നുണ്ടെങ്കിൽ 25,000 1 ലക്ഷമോ ഒക്കെ വെച്ച് അധിക തുക നമ്മൾ അടയ്ക്കുന്നതിനെയാണ് പ്രീ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 2 മെത്തേഡ് വഴി നിങ്ങൾക്ക് ചെയ്യുവാനായി സാധിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഹോം ലോൺ വീട്ടിൽ തീർക്കുക എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം തന്നെയാണ്. അത് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു പ്രീ പേയ്മെന്റും അതുപോലെ തന്നെ പ്രീ ക്ലോഷറും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പലിശ ഒന്ന് ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ വരുമാനം, സമ്പാദ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഹോം ലോണിൻ്റെ EMI ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വിട്ടുവീഴ്ച വരുത്താനായിട്ട് സാധിക്കുകയില്ല. ഈ പറയുന്ന പോലെ പ്രീ പേയ്മെൻറ്റോ പ്രീ ക്ലോഷറോ ചെയ്ത് ആ EMI ഒന്ന് വീട്ടിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ EMIക്ക് വേണ്ടി നമ്മൾ കരുതുന്ന ആ വരുമാനം എടുത്ത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല നാടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹോം ലോൺ എന്ന് പറയുന്നത് വേഗത്തിൽ വീട്ടിൽ തീർക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ഹോം ലോൺ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളൊരു 15 ലക്ഷം രൂപ അടച്ചു തീർത്തു എന്ന് വെക്കുക. ഇനിയും 10 ലക്ഷം രൂപ കൂടിയാണുള്ളത്. ഈ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഒറ്റ ചെക്ക് എഴുതി കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതിനെ പ്രീ ക്ലോസ് ചെയ്യുകയാണ്. അതായത് 25 ലക്ഷം രൂപയിൽ 15 ലക്ഷം താൻ EMIകളായിട്ട് തന്നെ അടച്ചു തീർത്തിരിക്കുന്നു. ഇനി ബാക്കി വരുന്ന 10 ലക്ഷം ഒറ്റ തവണയായി അടച്ചു തീർക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രീ ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. അതായത് മറ്റൊരു 10 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട EMI ആണ് നമ്മൾ എന്ത് ചെയ്തത് ഒറ്റ തവണ കൊണ്ട് ഈ ഒരു 10 ലക്ഷം രൂപ അടച്ചുകൊണ്ട് തീർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി ആയാലും നമ്മുടെ വീടായാലും എല്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. അതിൻ്റെ രേഖകളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും. 10 വർഷത്തിന് മുമ്പ് തന്നെ നമ്മൾ കടത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു പ്രീ ക്ലോസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് അധിക വരുമാനം വരുമ്പോൾ നമ്മൾ അടച്ചു തീർക്കേണ്ടുന്ന രീതിയാണ് പ്രീ ക്ലോസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്കൊരു ഫോർക്ലോഷർ എന്നുള്ള രീതിക്ക് നമുക്ക് പലിശയിലെല്ലാം ഒന്ന് കുറവ് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏറ്റവും ആദ്യം നമ്മൾ അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു കൺസെഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പ്രീ ക്ലോസ് ചെയ്യാൻ സാധ്യമെന്നുണ്ടെങ്കിൽ അതൊരു മഹത്തരമായ ടിപ്പായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നമ്മുടെ
നമ്മുടെ ആ ഒരു ലോണിനെ എല്ലാം ഒന്ന് അടച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് പാർട്ട് പേയ്മെന്റ് അല്ലെങ്കിൽ പ്രീ പേയ്മെന്റ് എന്ന് പറയും. പ്രീ പേയ്മെന്റ് എന്ന് പറയുന്ന സ്കീമിനെ ഞാൻ വളരെ ലളിതമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമുക്ക് മാസം മാസം അടയ്ക്കേണ്ടത് ഒരു 17,000 രൂപയാണ് എന്ന് കരുതുക. പക്ഷെ നമുക്ക് മാസം ഒരു 50,000 രൂപ വരെ അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഈ 17,000-ന് പകരമായിട്ട് 50,000 രൂപ അടച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു പേയ്മെന്റ് വേഗത്തിൽ തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് എന്ന് വെച്ചോളൂ. അപ്പോൾ 17,000 രൂപ പോയിട്ട് ബാക്കി 33,000 രൂപയാണുള്ളത്. നമ്മുടെ പലിശയും അതുപോലെ തന്നെ മൂലധനവും എല്ലാം കണക്കാക്കിയതിന് ശേഷവും പിന്നീട് ഒരു 33,000 രൂപ നിൽക്കുകയാണ്. അത് അവരെന്ത് ചെയ്യും, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് കണക്കാക്കപ്പെടും. അതിന് നമ്മൾ എന്താ പ്രീ പേയ്മെന്റ് എന്നുള്ള രീതിക്കാണ് നമുക്ക് പറയാനായി സാധിക്കുന്നത്. അതിനകത്ത് നമ്മൾ 33,000 രൂപ അടയ്ക്കുവാണ് എന്നുണ്ടെങ്കിൽ 10 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് അധികത്തിലുള്ള ആ ഒരു 3,30,30,000 രൂപ നമ്മൾ അടച്ചു തീർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലോണിന്റെ എമൗണ്ട് കുറഞ്ഞു വരും. ലോണിന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ആ ഒരു പലിശയുടെ നിരക്കും കുറഞ്ഞു വരും. ഇതിപ്പോൾ സാധാരണ നമ്മളൊരു മൊബൈൽ ഫോൺ ആണ് മേടിക്കുന്നത് എന്ന് തന്നെ കരുതിക്കോളൂ. അതിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മളൊരു 1000 രൂപയാണ് മാസം അടയ്ക്കേണ്ടത്. 2,000 വെച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മാസം കൊണ്ട് അടയ്ക്കേണ്ടത് 5 മാസം കൊണ്ട് അടച്ചു തീർക്കാം. അതിനനുസരിച്ച് പലിശയിലും ഒരു ഇളവുണ്ടാവും. RBIയുടെ മാർഗനിർദ്ദേശപ്രകാരം ഈ പറയുന്ന പ്രീ ക്ലോഷറിനും പ്രീ പേയ്മെന്റും യാതൊരുവിധ ചാർജും ഈടാക്കുന്നതല്ല. എന്നാൽ നമ്മെ പെട്ടെന്ന് തന്നെ കടത്തിൽ നിന്ന് മുക്തരാക്കാനായിട്ട് ഈ 2 മാർഗത്തിന് സാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയുള്ളത് പ്രീ ക്ലോസ് ഹോം ലോണിലേക്ക് നമുക്ക് റീഫിനാൻസിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാനായി സാധിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം എടുക്കുന്ന പലിശകൾ എല്ലാം കുറച്ചൊന്ന് കൂടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഈ ഒരു വർഷത്തിലൊക്കെ നോക്കുമ്പോഴേക്കും ആ ഒരു പലിശ നിരക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോണിനെ റീഫിനാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ആദ്യം വായ്പ തന്നത് ആരാണോ അവരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്തുകൊണ്ട് നമുക്കിത് റീഫിനാൻസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, എനിക്ക് ഇത്രയും പലിശ നിരക്ക് തരാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിൽ വില പേശി നിങ്ങൾക്ക് അതിന് സാധ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഓഫേഴ്സ് തരുന്ന മറ്റ് ബാങ്കുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ റീഫിനാൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ശതമാനം പലിശ നിരക്കിൽ തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഹോം ലോൺസ് തരുന്ന ഏതെങ്കിലുമൊക്കെ ബാങ്ക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റീഫിനാൻസിങ്ങിന് നിങ്ങൾ എത്രമാത്രമായിരിക്കും പലിശ ഈടാക്കുന്നത് എന്ന് നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചധികം പലിശ ലാഭിക്കാനായിട്ട് സാധിക്കും. ഒരു 50 ലക്ഷം രൂപ 10 വർഷം മുമ്പ് നിങ്ങൾ ലോണായിട്ട് എടുത്തു, അതിന് നിങ്ങൾക്ക് 10% പലിശ എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 50 ലക്ഷത്തിന് 5 ലക്ഷത്തോളം നമ്മൾ പലിശ കൊടുക്കണം. എന്നാൽ രണ്ടാമതൊരു ബാങ്ക് അതിന് 8% മാത്രമേ പലിശയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു 2020 ശേഷം അനൗൺസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ട് എൻ്റെ ഹോം ലോണിനെ ഒന്ന് റീഫിനാൻസ് ചെയ്യണം എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് രൂപയോളം പലിശ ലാഭിക്കാനായിട്ട് സാധിക്കും. നോക്കൂ 8% എന്ന് പറയുമ്പോൾ നമുക്കൊരു 4 ലക്ഷം രൂപയോളം ഒക്കെ അടച്ചാൽ മതി. എങ്ങനെ പോയാലും ഒരു 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോളം നമുക്ക് ലാഭിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള റീഫിനാൻസിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണക്കാരന് അറിയാതെ പോകുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ഈ ചർച്ച ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രീ ക്ലോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പരിഗണിക്കുമ്പോൾ റീഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വളരെ നല്ല റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള തീരുമാനത്തോടു കൂടി നിങ്ങൾ പരിഗണിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് പേ ലോണിലേക്ക് നമുക്ക് വിൻഫോൾസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബോണസ്, ESOP, അനന്തരാവകാശം അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഓർക്കാതെ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന വരുമാനത്തിൽ അധികമായിട്ട് ചില മാസങ്ങളിൽ എമൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ നമ്മുടെ അധികമായിട്ടുള്ള ഒരു തുക അടച്ചുകൊണ്ട് നമ്മുടെ EMIയിൽ നിന്ന് മുക്തരാകാനായിട്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിൻഫോൾസ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വീണ് കിട്ടുന്ന ചില തുക കൊണ്ട് നമ്മുടെ ബാധ്യതയെ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ബാധ്യത തീർത്താൽ അത്രയും വേഗം നമുക്ക് നമ്മുടെ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ബാധ്യതകളിലാണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അല്ലേ. സാധാരണക്കാരൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കിട്ടുന്ന വിൻഫോൾസ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പ്രതിമാസം അടയ്ക്കേണ്ട EMIയുടെ തുക കുറച്ചൊന്ന് കൂടുതലായിട്ട് അടച്ചുകൊണ്ട് ആ ഒരു പലിശ നിരക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ എത്രയും വേഗത്തിൽ അതിനെ അടച്ചു തീർക്കാനും ശ്രമിക്കുക. അടുത്തൊരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് റിസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. അതായത് വായ്പകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സാമ്പത്തിക ലക്ഷ്യം നമ്മൾ നിശ്ചയിക്കുന്നു. നമുക്ക് 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ലക്ഷം രൂപ കിട്ടുന്ന സ്കീമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട്, അതായത് നമുക്കൊരു RD തുടങ്ങുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയോ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളൊരു 10 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്, 5 വർഷമോ 7 വർഷമോ നമ്മളൊരു RDയിൽ ഡിപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്ത പലിശ അടക്കം നമ്മൾ ഈ എടുത്ത ഹോം ലോണിന്റെ
പലിശ അടക്കം നമുക്ക് വീട്ടുവാനുള്ള, അതിൽ നിന്ന് കുറച്ച് റിട്ടേൺ കൂടി കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് RD ഓപ്ഷൻസോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസോ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിൽ നമുക്ക് പ്രതിമാസ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല സോഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 10 വർഷം കൊണ്ടാണ് നമ്മൾ ഇത് അടച്ചു തീർക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 7ാമത്തെ വർഷം ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ നമുക്ക് പ്രീ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാധ്യത ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടയ്ക്കേണ്ട പലിശയേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ കൂടുതൽ പലിശ നിരക്ക് നമ്മുടെ നിക്ഷേപത്തിന് കിട്ടുന്നു എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഇതിനു വേണ്ടിയിട്ട് നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഹോം ലോൺ ഒന്ന് വീട്ടിയെടുക്കുക. നമ്മുടെ സ്വന്തം വീടാണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സുഖമായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മാർഗങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ, ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ, അതിനെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ലോൺ വളരെ എളുപ്പം തന്നെ വീട്ടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഹോം ലോണിനെ സംബന്ധിക്കുന്ന നിരക്കും അതുപോലെ തന്നെ മറ്റ് ടിപ്സുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ടിപ്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്ഷൻസും ഒക്കെ നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത്, ഏത് ഓപ്ഷൻ പരിഗണിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ കഴിയുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അതൊരു തീരുമാനമായി എടുത്തുകൊണ്ട് ഹോം ലോൺസ് എല്ലാം വളരെ പെട്ടെന്ന് വീട്ടി വളരെ സ്വതന്ത്രമായി ഉറങ്ങാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്നൊരു പ്രതീക്ഷയിൽ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാകുമെന്നുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചാനലിന് അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഫ്രീഡം ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസിനെ സംബന്ധിക്കുന്നതോ ബിസിനസ്സിനെ സംബന്ധിക്കുന്നതോ അതോടൊപ്പം ഫാമിങ്ങിനെ സംബന്ധിക്കുന്നതോ ആയിട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അവസരവും വളരെ ബുദ്ധിപൂർവ്വം തന്നെ വിനിയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ, സൈനിങ് ഓഫ്.